Warm good morning to one and all. Today we are going to discuss a new topic, green computing. നിങ്ങളിൽ പലർക്കും ഒരു പുതിയ ടേം ആയിരിക്കും ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ വാക്ക് പ്രചാരത്തിൽ വരുന്നത് സുസ്ഥിര വികസനം എന്ന ഒരു ആശയത്തിൻ്റെ വളർച്ചയോട് കൂടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തലമുറയിൽ ഉണ്ടായ റിസോഴ്സുകൾ അതിനെ ദുരുപയോഗം ചെയ്യാതെ അടുത്ത തലമുറയിൽ കൂടി കൈമാറുക എന്നുള്ളതാണ് സുസ്ഥിര വികസനത്തിൻ്റെ കോർ കൺസെപ്റ്റ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത കമ്പ്യൂട്ടർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ് ഉപയോഗിക്കുക, ഇത് എഫക്റ്റീവായി ഡിസ്പോസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ്. അതായത് ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പ്രകൃതിക്കുണ്ടാകുന്ന നാശം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി സുസ്ഥിര വികസനം ഉറപ്പുവരുത്താനും സാധിക്കും. നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഒന്ന് പരിശോധിക്കാം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് efficiently. It is the study and practice of designing, manufacturing, using and disposing of computers, servers and associated subsystems such as monitor, printers, storage devices and networking and communication system efficiently and effectively with minimal or no impact on the environment. എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കുക, അതായത് ഈ ഒരു വേസ്റ്റ് കൊണ്ടുള്ള പൊല്യൂഷൻ കുറയ്ക്കുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് മുന്നോട്ട് വെക്കുന്നത്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെറ്റീരിയൽ, എസ്പെഷ്യലി മോണിറ്റേഴ്സ് ആയാലും പ്രിൻറ്റേഴ്സ് ആയാലും സ്റ്റോറേജ് ഡിവൈസസ് ആയാലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിക്കുക. അതായത് കൂടുതൽ കാലം ഉപയോഗിക്കുക, ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ആശയത്തിനുള്ള പ്രാധാന്യം ഈ ഒരു ആധുനിക ലോകത്ത് വളരെ വലുതാണ്. കാരണം ഈ വേസ്റ്റുകൾ, എസ്പെഷ്യലി ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ അളവ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അവ എവിടെ ഡംപ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള പറ്റിയുള്ള അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഡിസ്പോസലിനെ പറ്റിയുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മെക്കാനിസത്തിൻ്റെ പ്രാധാന്യം കൊണ്ടുവരുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുക. ഇങ്ങനെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി എൻവയോൺമെൻറ്റിന് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ സീറോ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതായത് ഡിഗ്രി ഓഫ് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ കോംപ്ലിമെൻ്ററി കോമ്പണൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഗ്രീൻ യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻവയോൺമെൻറ്റിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു കമ്പ്യൂട്ടർ ആയാലും കമ്പ്യൂട്ടറിൻ്റെ സബ്സിസ്റ്റംസ് ആയാലും ഉപയോഗിക്കുക. 2, ഗ്രീൻ ഡിസ്പോസൽ, വളരെ കൃത്യമാണ്, ഇതിനൊരു ഐഡിയൽ ലൈഫ് ഉണ്ട്. അതായത് 10 to 15 ഇയറാണ് ഈ ഒരു ഐഡിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈഫിന് ശേഷം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെൽ ഡെവലപ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുക. 3ാമത്തേത് ഗ്രീൻ ഡിസൈൻ ആണ്. ഗ്രീൻ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന കോമ്പണൻസ്, ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കോമ്പണൻസ് എന്ത് ചെയ്യുക, പ്രകൃതിയിൽ പെട്ടെന്ന് ലയിച്ചു ചേരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ഈ ഒരു പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. 4ാമത്തേത് ഗ്രീൻ മാനുഫാക്ചറിങ് ആണ്. ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് പൊല്യൂഷനൊക്കെ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനുഫാക്ചറിങ് സിസ്റ്റം, മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ആശയം ഏകദേശം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതായത് എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന എഫക്ട്സ്, ഡിഗ്രി ഓഫ് എഫക്ട്സ് കുറയ്ക്കുക അല്ലെങ്കിൽ മിനിമം ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കൊണ്ടുവരുന്നത്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സബ് സിസ്റ്റം, കമ്പ്യൂട്ടർ കോമ്പണൻസ്, എസ്പെഷ്യലി പ്രിൻറ്റേഴ്സ്, മോണിറ്റേഴ്സ്, മൗസ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇതുവഴി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ബേസ് കോൺസെപ്റ്റ്. ഇനി ബെനിഫിറ്റ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ്. നിങ്ങൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗസ് ചെയ്ത് എഴുതാൻ പറ്റിയ പോയിൻ്റാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുസ്ഥിര വികസനം,
ഈ ഒരു നാച്ചർ എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഒരു തലമുറയ്ക്ക് മാത്രം പോരാ, അടുത്ത തലമുറയ്ക്ക് കൂടി വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റാണിത്. രണ്ടാമത്തേത് ബെറ്റർ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എഫക്റ്റീവായിട്ടുള്ള റിസോഴ്സസ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക, കൂടാതെ ഗ്രീൻ ഡിസൈൻ യൂസ് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇതുവഴി കൃത്യമായിട്ടുള്ള റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തേത് കോസ്റ്റ് സേവിങ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നാലാമത്തേത് ഇംപ്രൂവ്ഡ് കോർപ്പറേറ്റ് സോഷ്യൽ ഇമേജ്, CSR എന്ന് കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് CSR എന്നുള്ളത്. സോ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിച്ച കാര്യമാണ് CSR എന്നുള്ളത്. സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉറപ്പുവരുത്താനും ഇതുവഴി കോർപ്പറേറ്റ് ഇമേജ് നേടാനും കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് വിൽ നേടാനും ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. സോ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗവേണൻസ് ആണ്. എന്താണ് ഗവേണൻസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അറ്റ് ഓൾ ലെവൽ ഓഫ് ഗവൺമെൻറ് in order to provide service of citizen, interaction with business enterprise and communication exchange of information between different government agency. സോ ഗവേണൻസ് എന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഗവേണൻസ്, അതായത് കൊണ്ട് ഇലക്ട്രോണിക് ഗവേണൻസ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മിക്സ്ചറാണ്. സോ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സോ ഇങ്ങനെ ഗവേണൻസ് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരനും ഗവൺമെൻറ് സർവീസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുക, സുതാര്യത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളും വർദ്ധിക്കും. സോ ഇവിടെ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സർവീസുകളിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യുകയും ഇതുവഴി നമ്മുടെ രാജ്യത്ത് പൗരന് കിട്ടുന്ന സർവീസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഗവേണൻസ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗവൺമെൻറ് സർവീസിൽ അപ്ലൈ ചെയ്യുന്നു. ഇതുവഴി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പൗരന് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി വർദ്ധിക്കുന്നു. സ്റ്റേജസ് ഓഫ് ഗവേണൻസ്. ഗവേണൻസിൻ്റെ സ്റ്റേജസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു 2015 അല്ലെങ്കിൽ 2010 ശേഷം നടന്ന മാറ്റങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേജസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ ആണ്. ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും വില്ലേജ് ഓഫീസിൽ നികുതി അടക്കാൻ പോയിട്ടുണ്ടോ? ആദ്യ കാലങ്ങൾ ഒരു 2010 മുമ്പ് നികുതി അടച്ചിരുന്നത് മാനുവൽ ആയിട്ടായിരുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ പോവുക, ക്ലർക്കിന് പണം കൊടുക്കുക, നികുതി അടയ്ക്കുന്നു. പക്ഷേ 2010 ശേഷം അവിടെ കമ്പ്യൂട്ടറൈസേഷൻ വരികയും നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സോ ഇതൊരു ഗവേണൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വില്ലേജ് ഓഫീസുകളിൽ കമ്പ്യൂട്ടറൈസേഷൻസ്, വില്ലേജ് ഓഫീസായാലും ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായാലും കമ്പ്യൂട്ടറൈസേഷൻ വരുന്നത്. സോ ഈ ഒരു ഗവേണൻസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസേഷൻ ആണ്. കമ്പ്യൂട്ടറൈസേഷൻ വേർ ഇൻസ്റ്റാൾഡ് ഇൻ ദ നമ്പർ ഓഫ് ഗവൺമെൻറ് ഓഫീസ്. അതായത് ഗവൺമെൻറ് ഓഫീസിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പം നിലവിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ഇല്ലാത്ത ഗവൺമെൻറ് ഓഫീസ് ഇല്ല. രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റ് ആക്സസ് എന്ത് ചെയ്യുകയാണ്, എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് കൊടുക്കുകയാണ്. സോ ഇതുവഴി ഇൻ്റർ കണക്ട് ചെയ്ത് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യാണ് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തേത് വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഏജൻസീസ് പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായുള്ള സെപ്പറേറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ സ്റ്റെപ്സ് ഓർമ്മിക്കുക. ആദ്യത്തേത് കമ്പ്യൂട്ടറൈസേഷൻ, 2 നെറ്റ്വർക്കിംഗ്, 3 വെബ്സൈറ്റ്സ്, 4 ഓൺലൈൻ ഇൻ്റർ കണക്ടിവിറ്റി. ഓൺലൈൻ ഇൻ്റർ കണക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഫോം, പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ സ്റ്റേജസ് ഓഫ് ഗവേണൻസ് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പ്യൂട്ടറൈസേഷൻ, 2 നെറ്റ്വർക്കിംഗ്, 3 വെബ്സൈറ്റ്, 4 ഓൺലൈൻ ഇൻ്റർ കണക്ടിവിറ്റി. 4 പോയിന്റുകളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്കൊരു ഗവൺമെൻറ് ഓഫീസ്, KCB അടക്കമുള്ള ഗവൺമെൻറ് ഓഫീസ് ആലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യും,
ഈ ഒരു ഇ ഗവേണൻസ് എങ്ങനെ വന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. സോ നമുക്കിനി ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഇ ഗവേണൻസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത്. ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി സർവീസ് ഫോർ സിറ്റിസൺ, പബ്ലിക് സർവീസ് ടു സിറ്റിസൺ റൈറ്റ് ഫ്രം ബർത്ത് ടു ഡെത്ത്. അതായത് ജനനം മുതൽ മരണം വരെ ഒരു സിറ്റിസൺ, രാജ്യത്തുള്ള ഒരു പൗരന് കൊടുക്കുന്ന ഗവൺമെൻറ് സർവീസിൻ്റെ ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കുക. സോ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഇ ഗവേണൻസിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തുള്ള സിറ്റിസൺ, അതായത് അവരുടെ ടെക്നിക്കൽ നോളജ്, അവരുടെ ഇല്ലിറ്ററസി എന്നിവയൊന്നും കാര്യമാക്കാതെ അവർക്ക് കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അതായത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഗവൺമെൻറ് സർവീസസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഗവേണൻസിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ടൈം സേവിങ്സ് ആണ്. ഈ ഒരു ഗവൺമെൻറ് ഓഫീസുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യകാലങ്ങളിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ടൈമായിരുന്നു. അതായത് അവരെന്ത് ചെയ്യാണ്, ഒരുപാട് ടൈം, നമുക്കൊരു സർവീസ് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഗവേണൻസിൻ്റെ വരവോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്തുകളിലൊന്നും പോയിട്ട് എന്താണ് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. മൂന്നാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. അതായത് ഈ ഒരു പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒഴിവായി അതിന് പകരമാണ് ഈ ഒരു ഇ ഗവേണൻസ്, അതായത് ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി സർവീസ് അക്വയർ ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നത്. സോ ഈ ഒരു പേപ്പർ ബേസ്ഡ് സിസ്റ്റത്തിന് ഒരുപാട് സ്റ്റേഷനറി ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ചീപ്പറായിട്ട് നടത്താൻ സാധിക്കും. നാലാമത്തെ പോയിന്റ്, ഏറ്റവും വലിയ ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ട്രാൻസ്പെറൻസി, സുതാര്യത. അതായത് നമുക്ക് എന്തൊക്കെ സർവീസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സർവീസിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു അറിവ് എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഏതൊരു സർവീസിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിവ് നേടാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഡിസ്ക്ലോസ് ചെയ്യാതെ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രാധാന്യമുള്ള പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിന്റ്, അക്കൗണ്ടബിലിറ്റി. ഇറ്റ് മീൻസ് ആൻസറബിലിറ്റി ഓഫ് ഗവൺമെൻറ് ടു ദ പീപ്പിൾ ആൻഡ് അക്കൗണ്ട് ഗവൺമെൻറ് വിൽ ബി റെസ്പോൺസിബിൾ ഗവൺമെൻറ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പബ്ലിക്കിൻ്റെ ഈ ഗവേണൻസിൻ്റെ വരവോടുകൂടി പബ്ലിക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. കൃത്യമാണ്, ട്രാൻസ്പെറൻസി ഒക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി കൂടുന്നുണ്ട്. കൂടാതെ അവിടെ പേപ്പർ ബേസ്ഡ് വർക്ക്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടും കൂടി എന്താണ് എഫിഷ്യൻസിയെ ഇത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, എക്സ്പാൻഡഡ് റീച്ച് ഓഫ് ഗവേണൻസ്. അപ്പോൾ വളരെ കൃത്യമാണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഗവൺമെൻറ് സർവീസ് ആക്സസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇ ഗവേണൻസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു ഗവൺമെൻറ് സർവീസ് യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ് ആണ്. ഈ ഒരു ഇ ഗവേണൻസിന് ചില പോരായ്മകളുണ്ട്. നമുക്ക് ആ പോരായ്മകളൊന്ന് പരിശോധിക്കാം. ലാക്ക് ഓഫ് ഇക്വാലിറ്റി ഇൻ ആക്സസ് ദ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ലിറ്ററസി റേറ്റ്, അതായത് എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾ 56%, ബാക്കി 44% ഇല്ലിറ്ററേറ്റ് ആളുകളാണ്. സോ ഇതിൽ തന്നെ ടെക്നോളജിക്കൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജുള്ള ആളുകൾ എത്രയുണ്ടാവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ ടെക്നിക്കൽ നോളജുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അതായത് കമ്പ്യൂട്ടർ ലിറ്ററസി അവർക്ക് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സോ അത് ആണ് ലാക്ക് ഓഫ് ഇക്വാലിറ്റി ഇൻ ആക്സസ് ടു ദ ഇൻ്റർനെറ്റ് പറയുന്നത്. രണ്ടാമത്തേത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് സൈബർ ക്രൈം അറ്റാക്ക്. ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മെക്കാനിസം അല്ലെങ്കിൽ സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സൈബർ അറ്റാക്സ്. എസ്പെഷ്യലി ഹാക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ആയാലും നമ്മുടെ ഇൻഫർമേഷൻ മോഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ. അതല്ലെങ്കിൽ സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഏത് സമയവും തകർക്കപ്പെടുന്ന ഒരു കാര്യമാണ്.
സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇ ഗവേണൻസിലുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായി ഇ ഗവേണൻസിൽ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത് കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറാണ്. നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെൻറ് ഓഫീസിൽ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, വളരെ വലിയ തോതിലുള്ള കോസ്റ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചിലവഴിക്കണം. സോ നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നാലാമത്തേത് ഹൈ സർവൈലൻസ് ആണ്. ഹൈ സർവൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് പ്രൈവസി ഉണ്ടാവുന്നില്ല. കാരണം ജനങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്യേണ്ടതുണ്ട്, ഇലക്ട്രോണിക്കലി ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈവസിക്കുള്ള സാധ്യത കുറവാണ്. ഫോൾസ് സെൻസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ സാധിക്കും. അതായത് അവിടെ ബ്യൂറോക്രസിക്കുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് കോൺസെപ്റ്റുകളായിരുന്നു. രണ്ട് കോൺസെപ്റ്റുകളും വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. ആദ്യത്തേത് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആയിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് ഇ ഗവേണൻസ്. ഡിസ്കസ് ചെയ്ത ഏരിയയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക. താങ്ക് യു.